അതെ, ഇപ്പൊ തൽക്കാലം എച്ച് ആദ്യം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി എച്ച് ആദ്യം എടുത്തുകൊണ്ട് പഴയ പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും. പക്ഷേ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും. റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല, റോഡിൽ തന്നെ എടുക്കും. അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു. അപ്പൊ അത് വരയ്ക്കാൻ കുറച്ചധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു 3-4 ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് സ്ഥലത്തിന്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തിയെടുക്കുക, പിന്നെ സിക്സാഗായിട്ട് എടുക്കുക വണ്ടി, പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക, സൈഡ് പാർക്ക് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പേഴ്സിന്റെ സ്ഥലത്ത് ഇദ്ദേഹം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും. ഈ കയറ്റ ഇറക്കം, സിക്സാഗ്, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇപ്പൊ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യും. പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടം ഘട്ടമായി സർക്കാരിന്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും. ഇപ്പോൾ തന്നെ KSRTCയുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത്? 21 സ്ഥലങ്ങളിൽ നമ്മൾ KSRTCക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്ന സ്ഥലങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒന്ന് ലെവൽ ചെയ്യുക, അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ, ഇവിടെ നമ്മൾ പരിശീലിക്കാം എന്ന് തീരുമാനിച്ചു.